നമസ്കാരം. മിഡ് ഈസ്റ്റ് അവർ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കുവൈത്തിൽ വിദേശി തൊഴിലാളികൾക്ക് തിരിച്ചടി. 730 തസ്തികകൾ മരവിപ്പിക്കണമെന്ന പാർലമെന്റ് ബജറ്റ് കമ്മിറ്റി നിർദ്ദേശം. തീരുമാനം പൊതുചെലവ് നിയന്ത്രിക്കുന്നതിന്. എണ്ണ വരുമാനത്തിൽ വർധനയുണ്ടായിട്ടും ചെലവ് നിയന്ത്രണാതീതമെന്ന വിലയിരുത്തൽ. ഒമാനിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം മാത്രം രജിസ്റ്റർ ചെയ്ത 26,802 സ്ഥാപനങ്ങൾ. വളർച്ചാ നിരക്ക് 45.9%. കണക്ക് പുറത്തുവിട്ടത് ചെറുകിട ഇടത്തരം വ്യവസായ വികസന പബ്ലിക് അതോറിറ്റി. ഒമാനിൽ കടുത്ത ചൂട് തുടരുന്നു. ചില സ്ഥലങ്ങളിൽ ചൂട് 50 ഡിഗ്രി കവിഞ്ഞു. വ്യാഴാഴ്ച വരെ നിലവിലെ സ്ഥിതി തുടരും. ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് കൊള്ളരുതെന്ന നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ വിദേശികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 730 തസ്തികകൾ മരവിപ്പിക്കണമെന്ന നിർദ്ദേശം. പൊതുചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പാർലമെന്റിൽ ബജറ്റ് കമ്മിറ്റിയാണ് ധനകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം സമർപ്പിച്ചത്. ശുപാർശ നടപ്പാക്കിയാൽ 730 വിദേശികൾക്ക് ഉദ്യോഗം നഷ്ടമാകും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്ന 730 വിദേശികളെ ജൂലൈ 1 മുതൽ ഒഴിവാക്കണമെന്നാണ് പാർലമെന്റിലെ ബജറ്റ് സമിതിയുടെ ശുപാർശ. ബഡ്ജറ്റ് കമ്മി നികത്താൻ പൊതുചെലവ് നിയന്ത്രണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ മേഖലയിലെ അനാവശ്യ തസ്തികകൾ ഒഴിവാക്കണമെന്ന് ബഡ്ജറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. 13.3 മില്യൺ ദിനാറിന്റെ വരുമാനം പ്രതീക്ഷിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 19.9 ബില്യൺ ദിനാറാണ് ചെലവ് കണക്കാക്കിയത്. പോയ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി എണ്ണ വരുമാനത്തിൽ 3% വർധനയുണ്ടായിട്ടും പൊതുചെലവ് നിയന്ത്രിക്കാനാകാത്തതിനാൽ അധിക വരുമാനം ബജറ്റിൽ കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല. 2017-18 സാമ്പത്തിക വർഷത്തിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾക്കും മാത്രമായി 6.7 ബില്യൺ ദിനാർ ചെലവഴിക്കണം. ഇതിൽ 600 മില്യൺ ദിനാർ പൊതുമേഖലയിലെ വിദേശികളുടെ ശമ്പളത്തിനു വേണ്ടിയാണ് വകയിരുത്തിയത്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 3,71,437 സർക്കാർ ജീവനക്കാരുടെ എണ്ണം. ഇതിൽ 2.5 ലക്ഷത്തോളം സ്വദേശികളും ബാക്കി വിദേശികളുമാണ്. കുവൈത്ത് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പൊതുധനം ചെലവഴിക്കുന്നത് കുവൈത്താണ്. GDPയുടെ 56.4% കുവൈത്ത് ഉദ്യോഗസ്ഥ ശമ്പളത്തിനും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി ചെലവിടുന്നത്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഈ വർഷം ഒമാനിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധന. ചെറുകിട ഇടത്തരം വ്യവസായ വികസന പബ്ലിക് അതോറിറ്റിയായ റിയാദയുടെ കണക്കനുസരിച്ച് 26,802 സ്ഥാപനങ്ങളാണ് ഏപ്രിൽ അവസാനം വരെ ഒമാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 3,581 എണ്ണത്തിന്റെ വർധനവാണ് ഉണ്ടായത്. ബാത്തിന ഗവർണറേറ്റിലാണ് ഇക്കാലയളവിൽ ഏറ്റവും അധികം രജിസ്ട്രേഷൻ നടന്നത്. 45.9% വളർച്ചാ നിരക്ക്. ഇതോടെ ഇവിടുത്തെ SMEകളുടെ എണ്ണം 4,137 മസ്കറ്റ് ഗവർണറേറ്റിൽ 1,226 എണ്ണമാണ് രജിസ്റ്റർ ചെയ്തത്. 12.1% വളർച്ചാ നിരക്കോടെ സ്ഥാപനങ്ങളുടെ എണ്ണം 8,362 ദാഖിലിയ ഗവർണറേറ്റിൽ 476 എണ്ണം രജിസ്റ്റർ ചെയ്തെങ്കിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് 53.1% ഇടിവാണ് ഉണ്ടായത്. മറ്റ് ഗവർണറേറ്റുകളിൽ ഭൂരിപക്ഷവും രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. മുസന്തത്താണ് ഏറ്റവും കുറഞ്ഞ രജിസ്ട്രേഷൻ, 14%. മൊത്തം 103 സ്ഥാപനങ്ങളാണ് മുസന്തമിലുള്ളത്. മീഡിയ വൺ, മസ്കറ്റ്. ഒമാനിൽ കടുത്ത ചൂട് തുടരുന്നു. ചിലയിടങ്ങളിൽ ചൂട് 50 ഡിഗ്രി കവിഞ്ഞു. വ്യാഴാഴ്ച വരെ നിലവിലെ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് കൊള്ളരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിസ്വ, ബുറൈമി, ഇബ്രി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ചൂട് 50 ഡിഗ്രിക്ക് മുകളിലെത്തിയത്. മരുഭൂമി പ്രദേശങ്ങളിലും തുറന്ന പ്രദേശങ്ങളിലുമാണ് കൂടുതലായും ഈ ചൂട് രേഖപ്പെടുത്തിയത്. മസ്കറ്റ് അടക്കം ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും 44 ഡിഗ്രിക്കും 49 ഡിഗ്രിക്കും ഇടയിലായിരുന്നു ചൂട്. സൗദി മരുഭൂമിയിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റിന്റെ ഫലമായാണ് ചൂട് കടുത്തത്. കടുത്ത ചൂട് കണക്കിലെടുത്ത് നിസ്വ ഇന്ത്യൻ സ്കൂൾ KG മുതൽ 8ാം ക്ലാസ് വരെ അവധി നൽകി. കടുത്ത ചൂട് നോമ്പെടുക്കുന്നവരെ ഏറെ വലയ്ക്കുന്നുണ്ട്. പുറം ജോലിക്കാരെയാണ് ചൂട് ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഉച്ചവിശ്രമ സമയം പ്രാബല്യത്തിൽ വരുന്നത് നിർമ്മാണ തൊഴിലാളികളടക്കമുള്ളവർക്ക് ആശ്വാസമാകും. കടുത്ത ചൂടിനെ തുടർന്ന് ആളുകൾ ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങാതെ പരമാവധി വീടുകളിലും ഓഫീസുകളിലും തന്നെ കഴിയുകയാണ്. മീഡിയ വൺ, മസ്കത്ത്. ഖത്തർ ഊർജ്ജ മന്ത്രാലയം ജൂൺ മാസത്തിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില പ്രഖ്യാപിച്ചു. സൂപ്പർ ഗ്രേഡിലുള്ള പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ മന്ത്രാലയം തീരുമാനിച്ചപ്പോൾ പ്രീമിയം ഗ്രേഡ് പെട്രോളിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സൂപ്പർ ഗ്രേഡ് പെട്രോൾ ലിറ്റർ 1.65 റിയാലിന് വിതരണം ചെയ്യും. ഡീസലിന് മെയ് മാസത്തെ വിലയിൽ നിന്നും 5 ദിർഹം കുറഞ്ഞിട്ടുണ്ട്. ജൂണിൽ ലിറ്ററിന് 1.55 റിയാലായിരിക്കും ഡീസലിന്റെ വില.
കുവൈത്തിൽ പഴം, പച്ചക്കറി എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പ്രത്യേക ക്വാളിറ്റി കൺട്രോൾ വകുപ്പ് വരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് പുറമെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പഴവും പച്ചക്കറിയും അതോറിറ്റി പരിശോധിക്കും. റമദാന്റെ മുന്നോടിയായി നടന്ന മുനിസിപ്പൽ പരിശോധനകളിൽ കീടനാശിനികൾ അമിതമായി ഉപയോഗിച്ച പഴവർഗ്ഗങ്ങളും മറ്റും പിടികൂടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗുണനിലവാര അതോറിറ്റി രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. റമദാനിന്റെ എല്ലാ നന്മകളുടെയും നിറക്കാഴ്ചകളാണ് ബഹ്റൈനിലെ അൽ ഫാത്തി മസ്ജിദിലേത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന മനുഷ്യർ ജാതിമത ഭേദമന്യേ ഈ ആരാധനാലയം സന്ദർശിക്കുകയും ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. ജുഫൈറിൽ ദേശീയപാതക്കരികിലായി സ്ഥിതി ചെയ്യുന്ന അൽ ഫാത്തിഹ് മസ്ജിദ് ബഹ്റൈനിലെ ഏറ്റവും വലിയ ആരാധനാലയമാണ്. റമദാൻ മാസത്തിൽ ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളുടെ തിരക്ക് വർദ്ധിക്കും. നോമ്പുകാലത്തും അല്ലാത്തപ്പോഴും എല്ലാ മനുഷ്യർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് ഈ പള്ളിയുടെ കവാടങ്ങൾ. എല്ലാ വർഷവും വ്യത്യസ്ത മതവിശ്വാസികളായ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് ഇവിടെ സന്ദർശനത്തിനെത്താറുള്ളത്. ഏതു മതവിശ്വാസിയായാലും പള്ളിയിൽ പ്രവേശിക്കാൻ ലളിതമായ ചില നിബന്ധനകൾ മാത്രം. ചെരുപ്പ് പുറത്തഴിച്ചു വെക്കണം. സ്ത്രീകളാണെങ്കിൽ അബായ കോർണറിൽ നിന്ന് വസ്ത്രം മാറ്റി അണിയണം. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സന്ദർശകരെ നിറഞ്ഞ പുഞ്ചിരിയുമായി വരവേൽക്കുന്ന വളണ്ടിയർമാർ അറേബ്യൻ സംസ്കാരത്തെയും ഇസ്ലാമിക ദർശനത്തെയും പരിചയപ്പെടുത്തി പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. Always a group has one leader who stands at the very front. So if the leader is standing here, the first row will be behind. So wherever the leader is, then the rows start. Okay? Now the leader, Arabic imam, can be anyone from the group. ഇങ്ങനെ ആചാരങ്ങളുടെ വേലിക്കെട്ടുകൾ തകർക്കുന്ന വിശാലമായ കാഴ്ചപ്പാടിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും അടയാളമാവുകയാണ് ഈ ആരാധനാലയം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ റമദാനോടനുബന്ധിച്ച് അവശ്യ സാധനങ്ങൾക്ക് കാര്യമായ വിലവർധന ഉണ്ടായില്ലെന്ന് റിപ്പോർട്ട്. വിലക്കയറ്റം തടയാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം കൈക്കൊണ്ട നടപടികൾ ഫലം കണ്ടതായാണ് സർക്കാർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവിപണിയിൽ 2.63% വിലക്കയറ്റമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് ഇന്ധനവില വർധനവിനെ തുടർന്നുണ്ടായ സ്വാഭാവിക വർധന മാത്രമാണെന്നാണ് വിലയിരുത്തൽ. ചില ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില റമദാന് മുമ്പ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും കമ്പനികൾ വാണിജ്യ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നെങ്കിലും അധികൃതർ അനുവദിച്ചിരുന്നില്ല. റമദാനിൽ അമിതവില ഈടാക്കുന്നത് നിരീക്ഷിക്കാൻ വാണിജ്യ മന്ത്രാലയം പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. പൂഴ്ത്തിവെപ്പ് തടയാനും പരിശോധക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി ഖാലിദ് അൽ റൗദാൻ നേരിട്ടാണ് വിപണിയിൽ പരിശോധനയ്ക്കെത്തിയത്. എണ്ണ, അരി, പഞ്ചസാര തുടങ്ങി 120ഓളം നിത്യോപയോഗ സാധനങ്ങളുടെ പരമാവധി വിൽപ്പന വില മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനിടെ റമദാൻ കാലയളവിൽ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗം 40% വർദ്ധിച്ചതായി വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. സ്വദേശി കുടുംബങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഭക്ഷണത്തിന്റെ പകുതിയും ഉപയോഗിക്കാതെ നശിപ്പിക്കപ്പെടുകയാണെന്നും സർവേ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. പ്രായപൂർത്തിയായ പെൺകുട്ടി ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം ചെയ്തത് അസാധുവാക്കി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി വേദനാജനകമെന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ. ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 23 വയസ്സുള്ള ഡോക്ടറായ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിക്കുകയും അവൾക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്നാൽ പിതാവിന്റെ ഹർജിയിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ കൂടെ പോകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇത് സങ്കടകരമാണ്. അടിസ്ഥാനപരമായ മൗലികാവകാശ ലംഘനമുണ്ടായിട്ട് അത് ഇസ്ലാം സ്വീകരിച്ചയാളായി പോയി ഭീകരതയുടെ ഒരു പുകമറ സൃഷ്ടിക്കുവാൻ എതിരാളികൾക്ക് കഴിഞ്ഞു എന്ന കാരണത്താൽ മാത്രം നിശബ്ദരായി നിൽക്കുന്ന കാഴ്ച സങ്കടകരമാണ്. മതനിരപേക്ഷമെന്ന് പറയുന്ന നമ്മുടെ പൊതുസമൂഹം ആ വിധിയിൽ നിശബ്ദത പാലിക്കുന്നത് അപകടകരമായ സാമൂഹിക അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്നും അക്ബർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഈ വിധിയിൽ നീതിപീഠങ്ങൾ പോലും ഇത്തരത്തിലുള്ള മുൻധാരണകൾക്ക് വിധേയമായിക്കൊണ്ട് സമൂഹ യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നുവോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ദുബൈ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ റമദാൻ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ജൂൺ 1 രാത്രി 10 ദുബൈ അൽനാസർ ലിഷർലാൻഡിൽ MM അക്ബറിന്റെ പ്രസംഗം നടക്കും. ഖുർആൻ കാരുണ്യത്തിന്റെയും നീതിയുടെയും എന്ന വിഷയത്തിൽ സുബൈർ പീഡിയേക്കലും സംസാരിക്കും. PA ഹുസൈൻ ഫുജൈറ, BK സക്കരിയ, അഹമ്മദ് കുട്ടി മദനി, അബ്ദുറഹ്മാൻ ചിക്കുന്ന്, അബ്ദുൽ വാഹിദ് മയ്യേരി, ജാഫർ സാദിഖ്, അബ്ദുൽ നസീർ PA, അബ്ദുൽ നാസർ വയനാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1, ദുബൈ. ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന് മാറ്റുരയ്ക്കാൻ ഇക്കുറി 100-ലേറെ മത്സരാർത്ഥികൾ. ഇത്രയധികം പേർ ഖുർആൻ അവാർഡ് പരിഗണനയ്ക്കെത്തുന്നത് ഇതാദ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് മത്സരം കൂടുതൽ ജനകീയമാകുന്നതിന്റെ തെളിവാണ് മത്സരാർത്ഥികളുടെ ആധിക്യം. ജൂൺ 2 മുതലാണ് ഇത്തവണ മത്സരം ആരംഭിക്കുക.
21ാമത് മത്സരത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ദുബൈ ഭരണാധികാരിയുടെ സാംസ്കാരിക ഉപദേഷ്ടാവും സംഘാടക സമിതി തലവനുമായ ഇബ്രാഹിം മുഹമ്മദ് ബൂമിൽഹ അറിയിച്ചു. 2 ലക്ഷം ദിർഹമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക. ജൂൺ 14-നാണ് അവാർഡ് ദാന ചടങ്ങ്. അവാർഡ് പരിപാടിയോടനുബന്ധിച്ച സാംസ്കാരിക പ്രഭാഷണ പരിപാടികൾ തുടരുകയാണ്. ദുബൈ ചേംബറിൽ ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിയും വനിതാ അസോസിയേഷൻ ഹാളിൽ ഡോക്ടർ മുഹമ്മദ് ഇമാമുമാണ് പ്രഭാഷണം നടത്തുന്നത്. മലയാളം ഉൾപ്പെടെ വിദേശ ഭാഷകളിലെ പ്രഭാഷണം ഊദുമേത്തയിലെ അൽനാസർ ലിഷർലാൻഡിലാവും നടക്കുക. 31-ന് രാത്രി ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പ്രഭാഷണം നടത്തും. മീഡിയ 1 ദുബൈ. ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിക്ക് പൗരസമിതിയുടെ നേതൃത്വത്തിൽ കുവൈറ്റിലെ മലയാളി സമൂഹം സ്വീകരണം നൽകുന്നു. ബുധനാഴ്ച വൈകിട്ട് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ഇഫ്താറോടുകൂടിയാണ് പരിപാടി. 60ഓളം സംഘടനകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹ്റൈനിലെ വിവിധ റോഡുകളിലെ വേഗപരിധി പുനർനിർണയിച്ച തീരുമാനത്തിന് ബഹ്റൈൻ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. രാജ്യത്തെ 29 ഹൈവേകളിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം വേഗപരിധി പുനർനിർണയിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഗണിച്ചും വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായും വേഗപരിധി പുനഃക്രമീകരിക്കണമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുഡ്വിൽ ഗ്രൂപ്പ് കുവൈത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. കുവൈറ്റിലെ പ്രവർത്തനങ്ങൾക്കായി 100ഓളം ജീവനക്കാരെ നോർക്കയുമായി സഹകരിച്ചുകൊണ്ട് കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ AM സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ നാച്ചുറൽ റിസോർട്ട് കൺവെൻഷൻ സെന്റർ തുടങ്ങാനും ഗ്രൂപ്പിന് പദ്ധതിയുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു. കുവൈറ്റ് ജനറൽ മാനേജർ വിശ്വംഭരൻ NK, ഓപ്പറേഷൻസ് മാനേജർ വിബീഷ് വിശ്വംഭരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. ഖത്തറിൽ സർക്കാർ സ്കൂളുകളിലെ 650ഓളം അധ്യാപകർക്കും ഭരണവിഭാഗം ജീവനക്കാർക്കും ഈ വർഷം ജോലി നഷ്ടപ്പെടുമെന്ന് പ്രാദേശിക അറബി പത്രം അൽ ഷർഖ് റിപ്പോർട്ട് ചെയ്തു. പൊതുസ്കൂളുകളിൽ സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പാക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ സർക്കാർ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക തസ്തികകളിൽ സ്വദേശികൾക്കായിരിക്കും പ്രാമുഖ്യം നൽകുക. വിശദാംശങ്ങളുമായി ഖത്തറിൽ നിന്ന് മുജീബ് റഹ്മാനുണ്ട്. മുജീബ്, മലയാളികൾക്കും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? എത്രത്തോളം ആശങ്കാജനമാണ് സ്ഥിതിഗതികൾ? അക്ഷിത, ഖത്തറിലെ വിവിധ സ്ഥാപനങ്ങളിൽ നേരത്തെ തന്നെ ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടും ചെലവ് ചുരുക്കിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം എടുത്തിരുന്നു. അതിന്റെ പിന്തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഖത്തറിലെ ഇൻഡിപെൻഡന്റ് സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കുമായ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന വാർത്ത പ്രാദേശിക പത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 650ഓളം ജീവനക്കാർക്ക്, അധ്യാപകരും അനധ്യാപകരുമായ 650ഓളം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ മലയാളികൾ കൂടുതലുണ്ടെങ്കിലും മറ്റു രാജ്യക്കാരായ ആളുകളും, പ്രത്യേകിച്ച് ഈജിപ്ത് പോലെയുള്ള അറബ് നാടുകളിൽ നിന്നുള്ള ആളുകൾ ധാരാളമായിട്ട് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇത് കൂടുതലായിട്ട് ഖത്തറിൽ നിന്ന് തന്നെയുള്ള സ്വദേശികൾക്ക് ഈ തസ്തികകളിലേക്ക് സ്വദേശികളെ നിയമിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ ഖത്തർ പെട്രോളിയത്തിൽ നിന്ന് ആരംഭിച്ച് പ്രമുഖ കമ്പനികളിൽ നിന്ന് നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആഗോളതലത്തിലുണ്ടായ എണ്ണ വിലയിടിവും അതുപോലെ തന്നെ ചെലവ് ചുരുക്കാൻ അറബ് രാജ്യങ്ങൾ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുമാണ് അത്തരം നീക്കങ്ങളെ കണ്ടിരുന്നത്, വിലയിരുത്തപ്പെട്ടിരുന്നത്. അതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് സ്കൂളുകളിലും ഈ നടപടിക്രമങ്ങൾ വരുന്നത്. സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്നത് പോലെ മലയാളികളായ ഏറെക്കുറെ ജീവനക്കാരെയും ഈ ഒരു പിരിച്ചുവിടൽ ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ തന്നെ ഈ പിരിച്ചുവിടേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ചില സ്കൂളുകളിൽ നിന്ന് 14 വരെ ജീവനക്കാർ പിരിച്ചുവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ശരാശരി 8 മുതൽ 10 വരെ ജീവനക്കാർ ഓരോ സ്കൂളുകളിൽ നിന്നും പിരിച്ചുവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അക്ഷിത, ഖത്തറിൽ സർക്കാർ സ്കൂളുകളിലെ 650ഓളം അധ്യാപകർക്കും ഭരണവിഭാഗം ജീവനക്കാർക്കും ഈ വർഷം ജോലി നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത്. സ്വദേശീവൽക്കരണം ശക്തമായി നടപ്പാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് നടപടി. മുജീബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബൈ മാളിൽ ഹിജ്റ 9 എന്ന പേരിൽ റമദാൻ പ്രദർശനത്തിന് തുടക്കമായി. മാളിലെ 9 കേന്ദ്രങ്ങളിൽ റമദാൻ മുഴുവൻ പരിപാടികൾ നീണ്ടു നിൽക്കും. ഹിജ്റ വർഷത്തിലെ 9ാം മാസം റമദാൻ. സംസ്കാരത്തിന്റെ 9 സ്തംഭങ്ങൾ അവതരിപ്പിക്കുകയാണ് ദുബൈ മാൾ. സാഹിത്യം, വസ്ത്രം, ശാസ്ത്രം, ചലച്ചിത്രം എന്നിങ്ങനെ
9 സോണുകൾ തിരിച്ചാണ് ദുബൈ മാളിൽ റമദാൻ പ്രദർശനം ഒരുക്കുന്നത്. ഹിജ്റ 9 എന്നാണ് പ്രദർശനത്തിന്റെ പേര്. സാഹിത്യത്തിനായി അനുവദിച്ച മേഖലയിൽ വിവിധ ഇസ്ലാമിക രചനകളെ പരിചയപ്പെടാം. സൗണ്ട് ബൂത്തിൽ കയറി റമദാൻ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് പങ്കുവയ്ക്കാം. കാലിഗ്രഫി വിദഗ്ധൻ ദിയ അല്ലാമിന്റെ പ്രദർശനവും ഇതിന്റെ ഭാഗമാണ്. Arabic calligraphy is always related to Ramadan. It's because of the feeling of Ramadan. It's all about the Arabic vibes. ശാസ്ത്രമേഖലയിൽ വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ജ്യോതിശാസ്ത്ര വിസ്മയങ്ങൾ കാണാം. ഫാഷൻ മേഖലയിൽ UAE ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളുടെ പ്രദർശനമുണ്ട്. സായാഹ്നങ്ങളിൽ കുട്ടികൾക്കായി വിവിധ ശില്പശാലകളും ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. ദുബൈ മാളിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. അമാനുർ റഹ്മാന് സുമനസ്സുകളുടെ സഹായം ലഭിച്ചു തുടങ്ങി. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കുട്ടിക്ക് 10 ലക്ഷം രൂപ നൽകുമെന്ന് പ്രമുഖ വ്യവസായി MA യൂസഫ് അലി അറിയിച്ചു. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വാർത്തകൾ ജനശ്രദ്ധയിലെത്തിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വേറെ വിവാദം കാര്യങ്ങളൊക്കെ അത് വേറെ അവശരും അശനരുമായവരെ എടുത്തു കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ കണ്ടു നിങ്ങളുടെ ടെലിവിഷനിൽ തന്നെ ഒരു കുട്ടി മജ്ജ കൊടുത്തുകൊണ്ട് അവരുടെ ജ്യേഷ്ഠനെ രക്ഷിക്കുന്നു. മനുഷ്യർ, മജ്ജയും മാംസവുമുള്ള മനുഷ്യർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു എന്നുള്ള ലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകന്റെ കടമയാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.